റോക്സ് ഒക്കെ ഉണ്ടല്ലോ, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ. ഏകദേശം നമുക്ക് 500 സംതിങ് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലെത്താനായിട്ട്. ചാമ്പർ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ അവരെ സീക്രട്ടായിട്ടുള്ള, ഇനി നമ്മൾ താന്നിട്ടൊക്കെ പോകണം. താഴ്ന്നു പോയാലും അത് ഇറങ്ങി ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 11 ആനകളെ കെട്ടിയിടാനുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത്. അടിപൊളിയിലൊക്കെ. അപ്പോൾ നമ്മൾ കാലത്തെ ഭക്ഷണം ഇഡ്ഡലി കേട്ടോ, ഇഡ്ഡലി സാമ്പാർ. ടീ ബേക്കോ? വിരുപക്ഷ ടെമ്പിൾ നേരെ വരുന്ന വഴിയുള്ള ഒരു സ്ഥലം കേട്ടോ. ആ സെൻറ്ററാണ്, 3 കൂടി സെൻറ്റർ റോഡാണ്. അപ്പോൾ അവിടെ ഷോപ്പുള്ള കേട്ടോ. നമ്മളിവിടുന്ന് ചായ കുടിച്ചു. ഇഡ്ഡലി ആയിരുന്നു, പക്ഷെ വലിയ ടേസ്റ്റ് അല്ല, ഒരു ടേസ്റ്റ് ഇല്ല, തല്ലിപ്പുളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അഞ്ജനാദേന്ദ്രി ഹിൽസ് ഇട്ടാ. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മോർണിംഗ് തന്നെ അങ്ങോട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാലേ, എന്തായാലും അവിടെ പോകുന്നുണ്ട്. അപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് നല്ല വെയിലായി കഴിഞ്ഞാല് മല കയറാനൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും. ഇവിടെയാണ് കൃഷ്ണ ടെമ്പിള്. കാണേണ്ട സംഭവങ്ങളാണ്. എന്തായാലും നമുക്ക് കുറച്ച് റിട്ടേൺ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യേണ്ട. ഈ റൂട്ടിലുള്ള വിശേഷങ്ങളൊക്കെ മൊത്തത്തിൽ കവർ ചെയ്യും. വാവ്, ഇവിടെ ശിവലിംഗമൊക്കെ ഉണ്ട്, പോയി കാണേണ്ടതാണ്. വരാം ബർത്തിനി. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോഴായിരിക്കും ഇവിടുത്തെ കംപ്ലീറ്റ് കവർ ചെയ്യാം. എന്താ വെച്ചാൽ ഇനി എങ്ങാനും വെയിൽ നല്ല ചൂട് കൂടി കഴിഞ്ഞാല് റിസ്ക് ആയിരിക്കും. ഇവിടെ നല്ല ഇപ്പൊ തന്നെ പോയിട്ടേ. അപ്പൊ ഇന്നലത്തെ റൂമും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ എന്തുകൊണ്ടും ആ ഒരു അമ്പലത്തിന്റെ വിരുപക്ഷ ആ ടെമ്പിളിന്റെ അടുത്ത് റൂം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആണ്. എന്താ വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. റൂമുകൾ ഒരുപാടുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ അവിടെ റൂം എടുക്കണം ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ കാലത്തിന് നേരത്തെ ഉണ്ട് അമ്പലത്തിൽ പോകാനും പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ റൂം എടുക്കണം ഏറ്റവും ബെറ്റർ. റൂമിന് നമുക്ക് സിംഗിൾസ് ആണെങ്കിലും ഡബിൾസ് ആണെങ്കിലും ഒരേ റേറ്റ് ആണ്. 2 ആൾ നിന്നാലും ഒരാൾ നിന്നാലും 600 രൂപ. നോൺ എ സിയും AC 900 രൂപയാണ് റേറ്റ് വരുന്നത്. കുഴപ്പമില്ലായിരുന്നു, സംഭവം കൊള്ളാം. ഇവിടുത്തെ റോക്സ് ഒക്കെ ഉണ്ടല്ലോ, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കേട്ടോ. ഇതൊക്കെ ഈ പാറകളൊക്കെ അട്ടിക്കിട്ട പോലെ വലിയ വലിയ ഭീമം പാറകൾ ഇങ്ങനെ അതിന്റെ ഒരു ഷേപ്പ് എടുക്കുന്ന രീതി കണ്ട് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. എന്താ സാധനം, പഴയതും ക്രാക്കായിട്ടൊക്കെ പൊട്ടി വന്നത്, കട്ടായിട്ടൊക്കെ വന്ന പാറകളുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ വീഴൊന്നുമില്ല, ഇങ്ങനത്തെ സീനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത്ഭുത ലോകം തന്നെയാണിത്. എന്തായാലും ഒരു വട്ടം ഇതൊക്കെ കാണേണ്ട അത്യാവശ്യം. ഇവിടെ എന്താ സംഭവം ഉണ്ടല്ലോ, റൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, റോഡൊക്കെ അടിപൊളിയാണ്. നമ്മള് ഹംപിയിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ട് റൂമിന്റെ കാര്യം ഇപ്പൊ നേരത്തെ. ഇനിയിപ്പോ ഓട്ടോ, നിങ്ങൾക്ക് ഇനിയിപ്പോ കാര്യങ്ങളൊന്നും ഇവിടുത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അവിടെ അമ്പലത്തിന്റെ അവിടെ ഒക്കെ ചേട്ടന്മാരുണ്ടാവും, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞുതരും കാര്യങ്ങൾ. ഭാഷ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതായാലും കുഴപ്പമില്ല, അതൊക്കെ അവര് അത്യാവശ്യം കൈകാര്യം ചെയ്യും. അപ്പോൾ അവര് പറഞ്ഞുതരും. അല്ലെങ്കിൽ ഒരു ബുക്ക് മേടിക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നടന്നിട്ട് കാണാൻ ഇഷ്ടം എന്ന് വെച്ചാലും ഒക്കെ പെട്ടെന്ന് കണ്ടുവരാം. വണ്ടി ബൈക്ക് എടുത്തിട്ടോ കാർ എടുത്തിട്ടോ പോകാനാണെങ്കിൽ കുറച്ച് കറങ്ങിപ്പോ ഞാനിപ്പോ പോകുന്നുണ്ട്, അതേപോലെ കറങ്ങി പോണം. ഒരു ഓട്ടോ കയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും കവർ ചെയ്ത് ഒറ്റ ദിവസം കൂടെ തന്നെ മൊത്തം അവര് എല്ലായിടത്തും എത്തിച്ചേരും. ഏത് നിമിഷം ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. മഴ ഇപ്പൊ പെയ്യുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ്.
ഒരു പെയറാകെ നേരാനുഭവം. ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. ക്വീൻസ് ബാത്ത് ഇവിടെ കേട്ടോ, റോയൽ എൻക്ലോസർ. ക്വീൻസ് ബാത്തിലൊക്കെ ഒന്ന് പോയി കാണും. ഇപ്പൊ രാജ്ഞിമാര് കുളിച്ചിരുന്ന സ്ഥലമാണത്, ക്വീൻസ് ബാത്ത്. അതുപോലെ ഇവിടെ എന്താ ഉള്ളത്? ആ, അതൊക്കെ പോയിട്ട് വരാണ്ടേ. വളരെ ബ്യൂട്ടിഫുൾ ആയി. ഇപ്പൊ ഈ മഴക്കാറും കൂടി ഈ മേഘങ്ങളും മൂടി കെട്ടിയൊരു അന്തരീക്ഷമില്ല, ഒരു രക്ഷയില്ല. അടിപൊളി കേട്ടോ, വേറെ വൈബ് തന്നെ. ഇപ്പൊ അടുത്തത് ഇവിടെ എന്താണ്? ഇവിടെയാണ് സരസ്വതി ടെമ്പിള്, ചന്ദ്രശേഖർ ഒക്ടേബർ വാട്ടർ പാവിലിയൻസ്. ഇപ്പൊ സമയം കറക്റ്റ് ഒരു 8 മണി ആവാനായിട്ടോ. 8 മണിക്കാണ് ഈ ഒരു മൂടിക്കെട്ടല്. മഴ ഏത് നിമിഷം പെയ്യുന്നുള്ളൊരു രീതിയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ അഞ്ജനായത് എന്ത്? ആ ആ ബുക്ക് സാഗര. ആ ആ ആ ഓക്കെ. ഇപ്പൊ കുറച്ചൊക്കെ കന്നഡ മാറ്റാടുത്ത. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് പോവാം. അഞ്ജനാദേന്ദ്ര ഇവിടെ അല്ലേ? വിപക്ഷ ടെമ്പിള്. മഴ പെയ്ത നിമിഷം പെയ്യുന്നുള്ള രീതിയിലാക്കണം കേട്ടോ. മഴ പെയ്തു. ഓ മൈ ഗോഡ്. നമ്മളിപ്പോൾ ഉള്ളത് അഞ്ജനാദ്രി ഹിൽസിലാണ്. ഹനുമാന്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന അഞ്ജനാദ്രി ഹിൽസ്. നേരെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ ഏകദേശം 500 സംതിങ് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. ഇവിടെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കണ്ടിട്ടോ. കീച്ചെയിൻസ് ഉണ്ട്, പല വിധത്തിലുള്ള കീച്ചെയിനുകൾ. നമ്മളെ വാഷ്റൂം ഉണ്ട് ഇവിടെ. അങ്ങനെ ചപ്പലൊക്കെ ഇവിടെ വെക്കാം. ചപ്പല്, ഹെൽമെറ്റ് ഇവിടെ വെക്കാന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഇപ്പം ഇതാട്ടോ, ഏകദേശം ഒരു 500 സംതിങ് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലെത്താനായിട്ട്. ആശ പറഞ്ഞല്ലോ അവസാനേ. സ്റ്റെപ്പുകളൊക്കെ വളരെ എളുപ്പട്ടോ, പെട്ടെന്ന് കയറി പോവാം. പക്ഷെ അത്യാവശ്യം എണ്ണ ഉള്ളതുകൊണ്ട് അവസാനം എത്തുമ്പോഴേക്കും നല്ല ക്ഷീണം വരാൻ ചാൻസ് ഉണ്ട്.
അപ്പം ഈ ഒരു ഭാഗം കേട്ടോ ഇതിൽ ഏറ്റവും കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗം. ഡേഞ്ചർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കൊക്ക പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇത് കഴിഞ്ഞാലുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു വലിയൊരു പാറക്കല്ലാണ്. പാറക്കല്ലിൻ്റെ അടിയിലൂടെ വേണം നമുക്ക് പോവാനായിട്ട്. ഇനി നമ്മൾ താന്നിട്ടൊക്കെ പോകണം, അപ്പുറം കാണാമല്ലോ. സ്റ്റെപ്പുകളെല്ലാം കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്കാണ് എത്തുക. ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കാണ് എത്തുക. അപ്പോൾ നമ്മൾ ഇതിലൂടെ കട്ട് ചെയ്ത് പോയിട്ട് വേണം നമുക്ക് ദർശനം കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് ദർശനം കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി, പക്ഷേ ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഹെൽമെറ്റൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് തൊഴുതിട്ടാണ് നേരെ പോയത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് ഭാഗത്തുള്ള ഈ വഴിയിലൂടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരേണ്ടത്. എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ള ദർശനം കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് പുറത്ത് കിടക്കാനായിട്ട്. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഈ വഴി വരുമ്പോൾ നമുക്കൊരു പാറ കാണാം. ഈ പാറ എന്ന് വെച്ചാൽ ഈ ഒരു കല്ലിൽ നമ്മൾ പ്രതിഷ്ഠ കൊത്തി വെച്ചിട്ടുള്ള കല്ലാണത്. ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് വെച്ചാൽ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഹംപിയുടെ പല ഭാഗങ്ങളും ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പാറകളെ കട്ടിക്കിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ പാറകൾ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങും. പാറകളിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ഈ പാറ പെട്ടെന്ന് പൊട്ടുന്ന ഒരു തരം പാറയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി നമ്മൾ ഈ കല്ല് പറക്കി കൂട്ടിയ പോലത്തെ ഒരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഹംപിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വിദേശികൾ ഹംപി കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. പല സ്പോട്ടുകൾ നമുക്ക് പോലും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ എത്തുന്നത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെന്താ വെച്ചാൽ വിദേശികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തിയൊരു ഫോട്ടോ എടുക്കും. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കുട്ടികളൊക്കെ കൊണ്ട് കയറുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ വലിയ കുഴികളുള്ളതുകൊണ്ട് തന്നെ അപകടങ്ങൾക്കൊക്കെ ചാൻസ് കൂടുതലാണ്. നടക്കാനുള്ള നമുക്ക് ഇവിടെ ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് അങ്ങോട്ട് ആ തല വരെയൊക്കെ നടക്കാം. പക്ഷെ ഒന്ന് എപ്പോഴും ഒരു കരുതലുള്ളത് നല്ലതാണ്. ഇതാട്ടോ നമ്മൾ വന്ന വഴി. മുകളിൽ കയറിയാൽ തന്നെ നമുക്ക് ഹംപിയിലെ പല ഭാഗങ്ങളും ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. കൂടുതലായിട്ട് കാണാൻ പറ്റുക ഈ കല്ലുകളാട്ടോ. ഈ കഷ്ണമായിട്ട് കിടന്ന് ഈ അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ കല്ലുകളാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. എന്താ ഗുണാക്കോ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു ചെടി കണ്ടത് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് തുണികളും ഇതൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത്. അടുത്ത് നിന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയ മുൾച്ചെടിയാണ്. അതിൻ്റെ മുകളിൽ മാലകളും വളയും അതേപോലെ ടവല് എല്ലാ സംഭവങ്ങളും ഇതിന് വ്യത്യസ്ത ഒരു വെറൈറ്റി രൂപമാക്കി മാറ്റിയിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മൾ മേലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, വീഡിയോ എടുക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹംപി വരികയാണെങ്കിൽ പലരും ഹംപി വന്നിട്ട് ക്ഷേത്രം കാണാതെ പോകുന്നവരുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു പോകുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. എന്താ വെച്ചാൽ ഒരു വ്യത്യസ്തത ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ ഇത് നമ്മൾ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം കേട്ടോ. 3 രൂപയാണ് ചെരുപ്പിനായിട്ട് ചാർജ് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഷോപ്പുകളുടെ അടുത്തെത്തി. ഇവിടെ കീ ചെയിനുകളും ഫ്ലാഗും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങാം. പിന്നെ മെയിനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നതാണ് ഒന്നുകൂടിയും നല്ലത്.
ചിലപ്പോൾ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എങ്ങോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ സോനാപൂർ ലേക്കാണ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ ക്ലിഫ് ജമ്പിങ് അതേപോലെ തന്നെ ബോട്ടിങ് അതിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സോനാപൂർ ലേക്ക്. ഇവിടെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത്. അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണിത്. പക്ഷേ അമ്പിയിലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും പോലെ അത്രത്തോളം തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സോനാപൂരിലേക്ക് നിന്ന് ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഫുഡ് കഴിച്ചു. എന്താ വെച്ചാൽ നമ്മൾ കാലത്ത് വന്നിട്ട് പിന്നെ എത്ര നേരമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോവാട്ടോ. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ചാമ്പറിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തൊക്കെ പുലി ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം കേട്ടോ. നമ്മൾ റീൽസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അമ്പിയിൽ പുലി ഇറങ്ങി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഏരിയയാണ് ഇതൊക്കെ. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് ഒരു അമ്പലത്തിലേക്ക് കയറിയാണ്. അപ്പോൾ കണ്ടൊരു അടിപൊളി കാഴ്ചയാണ്. കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നേരെ ചാമ്പറിലേക്ക് പോയത്, അതായത് അണ്ടർഗ്രൗണ്ട് ചാമ്പറിലേക്ക് പോയത്. അണ്ടർഗ്രൗണ്ട് ചാമ്പർ എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ അവരെ സീക്രട്ടായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇവിടേക്കാണ് വന്നിരുന്നത്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ആരില്ലാത്തപ്പോൾ ഒറ്റയ്ക്കൊക്കെ കയറൽ കുറച്ച് റിസ്ക് ആയിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂരി ഇരുട്ടാണ്. പിന്നെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ അമ്പി തകർത്തതിൻ്റെ ഭാഗമായിട്ട് തകർന്നു പോയതാണെന്ന് തോന്നുന്നുണ്ട്. പല സ്ഥലങ്ങളും തകർന്ന് കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ വഴിയുണ്ട്, എൽ ഷേപ്പിലുള്ള വഴികളാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടാണ്. അപ്പോൾ ഈ സീക്രട്ട് ചാമ്പറൊക്കെ അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം തകർത്തിറക്കണം. അപ്പോൾ എനിക്കൊന്നും പുരാവസ്തു വകുപ്പ് വീണ്ടും അതിനെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴാതിരിക്കാനായിട്ട് കഫോൾഡിങ് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് സീക്രട്ടായിട്ടുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി മാത്രമല്ല, ഇവരെ സ്വർണ്ണങ്ങളും അതേപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കാൻ വെച്ചിരുന്നത്. ചാമ്പർ നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ടാണ്. പക്ഷെ ഇതിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ സിമെൻറ്റ് പോലുള്ള എന്തോ ഒരു മെറ്റീരിയൽ കാണുന്നുണ്ട്. ഉള്ളിൽ ഈ തൂണിൽ ചെറിയ രീതിയിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെറിയ രീതിയിലാട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനുണ്ടായത്. അപ്പോൾ നമ്മൾ നേരത്തെ അണ്ടർഗ്രൗണ്ട് ചാമ്പറിലൂടെ വന്ന ആ ഒരു വെളിച്ചുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം കേട്ടോ അത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാമ്പറിൻ്റെ മുകളിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പുഷ്കരണിയിലേക്കാണ്. പുഷ്കരണി എന്ന് പറഞ്ഞൊരു കുളം കേട്ടോ അത്. ഇതിൽ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, കല്ലുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം എത്ര താഴ്ന്നു പോയാലും അത് ഇറങ്ങി ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഈ കുളത്തിൽ നിന്ന് എടുക്കുള്ളൂ. പക്ഷേ ഈ കുളത്തിലേക്ക് വെള്ളം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ തുംഗഭദ്ര നദിയിലൂടെ ആണ് വരുന്നത്. ഇതിൽ കാണുന്നുണ്ടല്ലോ റാമ്പ് പോലെ, അതിലൂടെ ആണ് വെള്ളം വരിക. ഇപ്പം ഈ ഒരു കുളത്തിലേക്ക് വിസിറ്റേഴ്സിനൊന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല. അവിടെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ പണ്ട് ഹംപി നശിക്കപ്പെട്ടൊരു കാലത്ത് ഈ കുളമൊക്കെ മൊത്തമായിട്ട് മണ്ണിൽ മൂടിപ്പോയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഗവേഷകർ വന്നിട്ടാണിത് വീണ്ടും എടുത്തത്. അപ്പോൾ നമ്മൾ പുഷ്കരണിയിൽ നിന്ന് നേരെ വന്നത് മഹാനവമി ദബ്ബയിലേക്കാണ്. ഇതൊക്കെ റോയൽ എൻക്ലോഷറിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥലങ്ങളാട്ടോ. അത് റോയലായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളാണ്. മഹാനവമി ദബ്ബ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വലിയ സ്റ്റേജ് പോലുള്ള ഒരു സ്ഥലം കേട്ടോ. അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഒരുപാട് കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ യുദ്ധം ജയിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ മഹാനവമി അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സംസാരിക്കുകയാണ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മഹാനവമി ദബ്ബയുടെ ചുറ്റുഭാഗത്തായിട്ട് പലതരം കുളങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നശിപ്പിക്കപ്പെട്ട കേട്ടോ. ഒരുപാട് കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ചെറിയ ചെറിയ തറകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാനുള്ളൂ, അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് കേരള
ANP Travel Vlogs. ANP. ഓക്കെ. ഇപ്പോൾ മഹാനവമി ദബ്ബയുടെ മുകളിൽ കയറാനായിട്ട് 2 വഴികളാണുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ കയറി വന്ന വഴിയും ഇനി ഇത് ഇറങ്ങുന്ന വഴിയില്ല കേട്ടോ. ഇത് പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർ അങ്ങനെ വിശിഷ്ട വ്യക്തികളൊക്കെ ഈ വഴിയാണ് കയറി വന്നിരുന്നത്, മുകളിലേക്ക് കയറി വന്നിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് റോയൽ എൻക്ലോസറിൻ്റെ ഒട്ടുമിക്ക കാഴ്ചകളും ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സനാന എൻക്ലോഷറിലേക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതാണ് ആനക്കിട്ട ജഗ. സനാന എൻക്ലോഷറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ലോട്ടസ് മഹലാണ്. അന്നത്തെ തകർച്ചയിൽ ലോട്ടസ് മഹലിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ലോട്ടസ് മഹൽ പോളിഷ് ചെയ്യാനായിട്ട് ശർക്കരയും അതേപോലെ ചുണ്ണാമ്പും ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കാണുന്നത്. കുറച്ചൊക്കെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. രാജാവിന് നൃത്തവും മറ്റ് കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനായിട്ടാണ് ഈ ലോട്ടസ് മഹൽ യൂസ് ചെയ്തിരുന്നത്. ഇതാണ് നമ്മൾ ആനക്കോട്ട എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതായത് 11 ആനകളെ കെട്ടിയിടാനുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നിർമ്മിച്ചിട്ടുള്ളത് കൃഷ്ണദേവരായരാണ്. മൂപ്പരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹംപി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിച്ച തന്നെ മൂപ്പരെ ഒരു ഭരണം കേട്ടോ. അന്നത്തെ കാലത്ത് തകർക്കപ്പെടാതെ ഇരുന്ന കുറച്ച് സൃഷ്ടികളാട്ടോ അതൊക്കെ. പക്ഷേ കാലക്രമേണ ചെറിയ ചെറിയ തകർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെങ്കിലും വലിയ കേടുപാടുകളൊന്നും കാണുമ്പോഴില്ല. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ള അടിഭാഗത്ത് കരിങ്കൽ കൊണ്ടും മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇഷ്ടിക കൊണ്ടുമാണ് കാണപ്പെടുന്നത്. ഈ ആനക്കോട്ടയോട് ചേർന്ന് തന്നെയാണ് ഗാർഡ്സ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇവിടെയാണ് ഇവിടുത്തെ കാവൽക്കാരായ ആളുകളൊക്കെ താമസിച്ചിരുന്നത്. ഹംപിയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് ഇടതുവശത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അതായത് നരസിംഹമൂർത്തി ക്ഷേത്രം, അതേപോലെ തന്നെ ബാധവിലിംഗ എന്ന് പറഞ്ഞാൽ ഒരു ശിവക്ഷേത്രം, ശിവലിംഗം കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. അതിൻ്റെ മിറ്റം കാര്യങ്ങളൊക്കെ നല്ല ഫ്ലോറിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു ഒറ്റക്കല്ലിൽ തീർത്ത ശിലാരൂപമാണ്. ഏകദേശം 7 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. ഈ നരസിംഹമൂർത്തിയുടെ നേരെ മുകളിലായിട്ട് സർപ്പങ്ങൾ നിൽക്കുന്നൊരു ശിലയായിട്ടുള്ളത്. പണ്ട് കാലത്ത് ബാമിനി സുൽത്താൻമാർ ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ക്ഷേത്രം ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നരസിംഹ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന വേറൊരു ക്ഷേത്രമാണ് ബദവിലിംഗ ശിവക്ഷേത്രം. ഇവിടുത്തെ ശിവലിംഗത്തിന് ഏകദേശം 3 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. മാത്രമല്ല അത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശിവലിംഗമാണ്. ഇതിൽ ശിവലിംഗത്തിൻ്റെ ചുറ്റുമുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം വർഷത്തിൽ ഒരു വട്ടം പോലും വെറ്റിപ്പോകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് തുംഗഭദ്ര നദിയിൽ നിന്നും വരുന്ന ഒരു നീരുറവയായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നാട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഹംപി ഏകദേശം കാണുകയാണെങ്കിൽ നിങ്ങളൊരു 3 ദിവസമെങ്കിലും ചുരുങ്ങിയത് വേണം. ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ച വീഡിയോയിലൊന്നും ഹംപിയുടെ മൊത്തത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും പല സ്ഥലങ്ങളും മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുരാവസ്തു അതേപോലെ തന്നെ പഴയ ചരിത്രങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു 3-4 ദിവസം ഹംപിയിൽ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ വേണം വരാനായിട്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹംപി. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരിക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം, ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അതിൻ്റേതായിട്ടുള്ള രൂപങ്ങൾ മനസ്സിൽ വരുള്ളൂ. ഹംപിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഹോസ്പെട്ട് എത്താൻ നേരത്ത് കണ്ട കുറച്ച് കാഴ്ചകളാട്ടോ അതൊക്കെ. നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഹംപിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.